നമുക്കെല്ലാവർക്കും കൂടെ ഒരു ചീസ് കേക്ക് ഉണ്ടാക്കിയാലോ. അതിന് നമുക്കിവിടെ എടുക്കാം ലോട്ടസിൻ്റെ ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ്, അൺസോൾട്ടഡ് ബട്ടർ, ക്രീമി ചീസ്, ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റിൻ്റെ ക്രീം, വിപ്പിംഗ് ക്രീം. ഞാനിവിടെ ആദ്യം കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഗ്ലാസ് ബൗൾ എടുത്തു. ആദ്യം നമുക്ക് അൺസോൾട്ടഡ് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മേടിച്ച് വെച്ചേക്കുന്ന ലോട്ടസിൻ്റെ ബിസ്ക്കറ്റില്ലേ, നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി കേക്ക് ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ അതിനനുസരിച്ച് മാത്രം ബിസ്ക്കറ്റ് എടുത്ത് നമ്മൾ ഇടിക്കുന്ന ഇടികല്ല് വെച്ചിട്ട് അത് നല്ല പൗഡർ പോലെ പൊടിച്ചെടുക്കുക. എനിക്കിവിടെ ഇടിക്കാൻ സഹായി ഒന്നുമില്ലായിരുന്നു. എനിക്ക് വർത്തമാനം പറയാനൊരു സഹായം ഉണ്ടായിരുന്നു. ഞാൻ തന്നെ ബിസ്ക്കറ്റ് ഇതേപോലെ പൗഡർ പോലെ ഇടിച്ചെടുത്തു. എന്നിട്ട് നമ്മൾ ആ പൊടിച്ച് വെച്ചേക്കുന്ന ബിസ്ക്കറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബട്ടറുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്ലാസിൻ്റെ ബൗളെടുത്തില്ലായിരുന്നു. അതിലേക്ക് ഈ ബട്ടറും ബിസ്ക്കറ്റിൻ്റെ പൗഡറും കൂടെ മിക്സ് ചെയ്തെടുത്ത മിക്സ്ചർ സെറ്റ് ചെയ്യുക. അതാണ് ശരിക്കും കേക്കിൻ്റെ ബേസ്. അടുത്ത സ്റ്റെപ്പ് ക്രീമി ചീസ്, വിപ്പിംഗ് ക്രീം, പിന്നെ നമ്മൾ ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റിൻ്റെ സ്മൂത്ത് പേസ്റ്റ് മേടിച്ച് വെച്ചിട്ടില്ലേ അത്, ഈ 3 മിക്സ്ചറും കൂടെ നന്നായി മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് നല്ല ഫ്ലഫിയാക്കി നമ്മൾ എടുത്തു വയ്ക്കുക. നമുക്ക് എത്രത്തോളം ഫ്ലഫി ആക്കാൻ പറ്റുമോ അത്രത്തോളം ഫ്ലഫി ആക്കാം. നമ്മൾ ഈ ഗ്ലാസ് ബൗളിൽ കേക്കിൻ്റെ ഒരു ബേസ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, ഈ ഒരു 3 മിക്സ്ചർ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്ത് വെച്ചേക്കുന്നത് ആ ബേസിൻ്റെ മണ്ടക്കോട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളൊരു അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുക. നെക്സ്റ്റ് ഡേ നമ്മൾ ഒരു പ്രൊസീജിയറും കൂടെ ചെയ്യാനുണ്ട്. നമ്മൾ ഈ ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റിൻ്റെ സ്മൂത്ത് മേടിച്ച് വെച്ചിട്ടില്ലേ അത് നമ്മളൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഈ ഓവർനൈറ്റ് വെച്ചേക്കുന്ന ആ ഒരു കേക്കിൻ്റെ മുകളിലേക്ക് ഒന്ന് നന്നായി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിച്ചു നോക്കിയാലുണ്ടല്ലോ, സ്വർഗം മാമാ, സ്വർഗം. അടിപൊളി സാധനമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു, അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു, കുട്ടൻ ചേട്ടനും ഇഷ്ടപ്പെട്ടു, തക്കൂനും ഇഷ്ടപ്പെട്ടു. ഞങ്ങളെല്ലാവരും നല്ല ആസ്വദിച്ചത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്.